Good evening. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്നൊക്കെ ഗുഡ് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്താ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു ഡെഫിനിഷൻ? എന്തായിരുന്നു? ഒരു കൺസ്യൂമർ രണ്ട് ഗുഡ്സ് എന്ത് ചെയ്തു കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിന് ഗുഡ് 1 കൂടുതൽ വാങ്ങാൻ വേണ്ടി ഗുഡ് 2നെ എന്ത് ചെയ്തു സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ ഒരു ഗുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഒരു സാധനം കൂടുതൽ വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ സാധനം എന്തോരം അദ്ദേഹം എന്ത് ചെയ്തു പരിത്യജിച്ചോ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തോ അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മലയാള നെയിം സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അനദർ നെയിം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ. ഡെൽറ്റ x2 ബൈ ഡെൽറ്റ x1 ആണ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് എന്താ സബ്സ്റ്റിറ്റ്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ടേബിളിൽ ഒരു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിളിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഗുഡ് 1, ഗുഡ് 2, ഡെൽറ്റ x1, ഡെൽറ്റ x2 തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ എന്താ ഡെൽറ്റ x1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഉണ്ടായില്ല. നെക്സ്റ്റ് കേസിൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയായി? 5 ആയി. നെക്സ്റ്റ് കേസിൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയായി? 4 ആയി. നെക്സ്റ്റ് കേസിൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയായി? 3 ആയി. നെക്സ്റ്റ് കേസിൽ എത്രയായി? 2 ആയി. നെക്സ്റ്റ് കേസിൽ എത്രയായി? 1 ആയി. അപ്പോൾ അത് 5ൽ നിന്നും എത്രയായിട്ട് കുറഞ്ഞു? 1 ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഗുഡ് 1 കൂടുതൽ വാങ്ങാൻ വേണ്ടി ഗുഡ് 2 നമ്മൾ എന്ത് ചെയ്തു കൂടുതൽ എന്ത് ചെയ്തു സാക്രിഫൈസ് ചെയ്തു. ഗുഡ് 1 ആണ് എനിക്ക് കൂടുതൽ വേണ്ടത്, അതായത് എനിക്ക് ഇപ്പോൾ ഒനിയനാണ് കൂടുതൽ വേണ്ടതെങ്കിൽ ഞാൻ ടൊമാറ്റോ എന്ത് ചെയ്തു അധികം വാങ്ങണില്ല എന്ന് എന്ത് ചെയ്തു തീരുമാനിച്ചു. ഇപ്പോൾ 5 കിലോ സവോള വാങ്ങി അല്ലെങ്കിൽ 5 കിലോ ഒനിയൻ വാങ്ങിയിട്ട് 1 കിലോഗ്രാം എന്താ ടൊമാറ്റോ വാങ്ങുന്നുണ്ടെങ്കിൽ, അതായത് എനിക്കിപ്പോൾ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് 3ഉം 2ഉം ബണ്ടിൽസ് ആയിരുന്നു വാങ്ങാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ സ്ഥാനത്ത് എന്ത് ചെയ്തു 5ഉം 1ഉം ബണ്ടിൽസ് ആയിട്ട് എന്ത് ചെയ്തു വാങ്ങി. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ എനിക്ക് ഇത് കൂടുതൽ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യണം വാങ്ങണം. ഗുഡ് 1 എന്ത് ചെയ്യണം കൂടുതൽ ക്വാണ്ടിറ്റീസ് വാങ്ങണം. അതിന് വേണ്ടിയിട്ട് ഗുഡ് 2നെ ഞാൻ എന്ത് ചെയ്തു 1 യൂണിറ്റ് ആയിട്ട് കുറച്ചു. ആ 1 യൂണിറ്റിലെ പറയുന്ന പേരാണ് എന്താ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡിഫറൻസ് കർവ്. ഇനി അടുത്ത് എന്താ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is defined as the locus of points of combinations of two goods, good 1 and good 2, which gives the consumer the same level of satisfaction. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ ചേർന്ന ബിന്ദുക്കൾ എന്ന് വെച്ചാൽ രണ്ട് പോയിന്റ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു ചേർത്ത് യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ കർവിനെ പറയുന്ന പേരാണ് എന്താ ഇൻഡിഫറൻസ് കർവ്, അതല്ലെങ്കിൽ ഉദാസീനതാ വക്രം അല്ലെങ്കിൽ നിസ്സംഗതാ വക്രം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് ഡെഫിനിഷൻ ഓർത്ത് വെച്ചേക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്താ ഈസ് ഡിഫൈൻഡ് ആസ് ദി ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് എന്താ ടു ഗുഡ്സ് എന്ന് വെച്ചാൽ രണ്ട് ഗുഡ് 1ഉം ഗുഡ് 2ഉം നമ്മൾ എന്ത് ചെയ്തു കമ്പൈൻ ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, അതായത് ആ ഗുഡ് 1നും ഗുഡ് 2നും എന്താ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. തുല്യ എന്താണ് സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത് ചേർന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്ന ആ കർവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അതായത് ഇത് x2ഉം ഇത് x1ഉമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കർവിനെ പറയുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. വെച്ചാൽ ഗുഡ് 1ന്റെ പോയിന്റ് ഇതാണ്, ഗുഡ് 2ന്റെ പോയിന്റ് എന്താ ഇതാണ്. ഇപ്പോൾ 2, 1 ഈ രണ്ട് പോയിന്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ 5 ആണെന്ന് വെച്ചോ, 5, 1, എന്താ 5 എന്താ ഈ പോയിന്റുകളെ ഞാൻ എന്ത് ചെയ്തു യോജിപ്പിച്ച് വരച്ചപ്പോൾ എനിക്കൊരു കർവ് കിട്ടി അല്ലേ? ഗുഡ് 1നെയും ഗുഡ് 2നെയും ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും കർവ് കിട്ടി. ആ കർവിനെ പറയുന്ന പേര് എന്താ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ഗുഡ് ആൻഡ് 1 ഗുഡ് 2 എന്താ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഗീവ്സ് ദ കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത് യോജിപ്പിച്ച് വരയ്ക്കണമെങ്കിൽ കൺസ്യൂമറിന് എന്തായിരിക്കണം? തുല്യ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് ഗുഡ്സിന് മാത്രമേ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ യോജിപ്പിച്ച് വരച്ചാൽ കിട്ടുന്ന കർവിനെ പറയുന്ന പേരാണ് എന്താ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിൽ നമുക്ക് ഇതിലെ കർവ്സ് പഠിച്ചാണ്. എബോവ് ദ കർവ് ആണെങ്കിൽ എന്തായിരിക്കും സുപ്പീരിയർ ബണ്ടിൽ, ഓൺ ദ പോയിന്റ് ആണെങ്കിൽ എന്തായിരിക്കും എഫിഷ്യൻറ്റ് ബണ്ടിൽ, താഴെയാണെങ്കിൽ എന്തായിരിക്കും ഇൻഫീരിയർ ബണ്ടിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്
എന്തായിരിക്കും സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്? ഇതായിരിക്കുമല്ലോ സ്ലോപ്പ് എന്ന് പറയുന്നത്. എന്തിനായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡെൽറ്റ x1. എന്താണ് സ്ലോപ്പ് ഓഫ് ദി അല്ലേ? സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഡെൽറ്റ x1 ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്തെന്നാണ് പറഞ്ഞത്? ഇത് തമ്മിലുള്ള റേഷ്യോ ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ എന്താ? ഡെൽറ്റ x1 തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സാധനത്തിന്റെ കൂടുതൽ വാങ്ങാൻ വേണ്ടി മറ്റേ സാധനത്തിന്റെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ എന്തോരം സാക്രിഫൈസ് ചെയ്തോ അതിന്റെ അളവിനെ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ എന്താ? ഡെൽറ്റ x1. ഇതിൽ അതേ ഉള്ളൂ. MRS ഇസ് ഈക്വൽ ടു, അതായത് MRS എന്നാണ് നമ്മൾ ഈ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താ? MRS ഓഫ് x1 എന്ന് പറയുന്ന ഗുഡ് 1, x2 എന്ന് പറയുന്ന ഗുഡ് 2. ഇതിന്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡെൽറ്റ x2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ x1. ഇത് എന്തിന് ഈക്വലാണ്? പ്രൈസ് റേഷ്യോയ്ക്കും ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും? പ്രൈസ് റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ നമ്മൾ 1C നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ IC എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? IC. ഇൻഡിഫറൻസ് കർവിനെ എന്താ? IC എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്ലോപ്പ് എപ്പോഴും എന്ത് ചെയ്യും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. എന്തായിരിക്കും? കോൺവെക്സ് എന്ന് പറയുമ്പോൾ ഈ ഷേപ്പിനെ നമ്മൾ എന്ത് പറയുന്നത്? പുറത്തേക്ക് തുറന്നിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്? കോൺവെക്സ് ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഈ കർവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മുകളിൽ നിന്ന് താഴേക്കല്ലേ വരുന്നത്. അപ്പോൾ കർവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്? ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്താ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. IC എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. പിന്നെന്താ? കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ഒറിജിൻ നിന്നും ഏത് ഷേപ്പ് ആണെന്നാണ് വയ്ക്കുന്നത്? കോൺവെക്സ് ടു ദി ഒറിജിൻ. IC എന്തായിരിക്കും? കോൺവെക്സ് ടു ദി എന്താ? ഒറിജിൻ ആയിരിക്കും. അപ്പോൾ കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് എങ്ങനെയുള്ള പ്രിഫറൻസ് ആയിരിക്കും? കോൺവെക്സ് പ്രിഫറൻസസ് ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും കുറഞ്ഞുകൊണ്ടേ ഇരിക്കാം. അതാണ് പറഞ്ഞേക്കുന്നത്. കോൺവെക്സ് ഒറിജിൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഒരു കൺസ്യൂമർ മൂവ്സ് അലോങ് ദ ഇൻഡിഫറൻസ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കൺസ്യൂമറിന്റെ ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യും. DMRS ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. DRMS. ഇതൊരു ഫസ്റ്റ് IC1, നെക്സ്റ്റ് IC2, നെക്സ്റ്റ് എന്താ? IC3, IC1, IC2, IC3. അങ്ങനെ ഞാൻ 3 ഇൻഡിഫറൻസ് കർവാണ് വരച്ചിരിക്കുന്നത്. അതായത് ഒരു കൺസ്യൂമറിന്റെ IC1ൽ നിന്നും ആ ഇൻഡിഫറൻസ് കർവ് എവിടേക്ക് മൂവ് ചെയ്തു? IC2ലേക്ക് മൂവ് ചെയ്തു. ആസ് ദ കൺസ്യൂമർ മൂവ്സ് അലോങ് ദി ഇൻഡിഫറൻസ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എമൗണ്ട് ഓഫ് ഗുഡ് 1 എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഗുഡ് 2 എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. എന്ത് ഇൻക്രീസ് ചെയ്തു? എമൗണ്ട് ഓഫ് ഗുഡ് 1 എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്യുകയും ഗുഡ് 2 എന്ത് ചെയ്തു വന്നേക്കുന്നത്? ഡിക്രീസ് ചെയ്യുകയും ചെയ്തു. മനസ്സിലായോ? എന്താണ്? വീണ്ടും എന്ത് ചെയ്തു? ഗുഡ് 1 കൂടുതൽ വാങ്ങി ഗുഡ് 2 എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ the rate of marginal rate of substitution between good 1 and good 2 goes on decreases. എന്താ പറഞ്ഞേക്കുന്നത്? marginal rate of substitution എന്ന് പറയുന്നത് എന്തെന്നാ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ഒരു എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇൻഡിഫറൻസ് കർവ് എന്താ പറഞ്ഞേക്കുന്നത്? മുകളിൽ നിന്നും അല്ലേ? മുകളിൽ നിന്ന് എന്താ പറഞ്ഞേക്കുന്നത്? താഴേക്ക് വരുംതോറും എന്താ കൂടുകയും എന്താ ഗുഡ് 2ന്റെ അളവ് എന്ത് ചെയ്തു? കുറയുകയും ഗുഡ് 1ന്റെ അളവ് എന്ത് ചെയ്യും? കൂടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഗുഡ് 1ഉം ഗുഡ് 2ഉം തമ്മിലുള്ള ഇൻഡിഫറൻസ് കർവിന്റെ റേറ്റിനെ ആണ് എന്തെന്ന് പറയുന്നത്? diminishing marginal rate of substitution എന്ന് പറയുന്നത്. The marginal rate of substitution between MRS between good 1 and good 2 ആണ് നമ്മൾ എന്ത് പറയുന്നത്? diminishing marginal rate of substitution എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? കൺസ്യൂമറിൻ്റെത് എവിടെ നിന്ന് എവിടേക്ക് മൂവ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്?
ലെഫ്റ്റിൽ നിന്നും എവിടേക്ക് മൂവ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഗുഡ് 1ന്റെ അളവ് കൂടുകയും ഗുഡ് 2ന്റെ അളവ് എന്ത് ചെയ്തു, കുറയുകയും ചെയ്യുകയാണെങ്കിൽ അത് തമ്മിലുള്ള ആ റേറ്റിനെ, ഗുഡ് 1ഉം ഗുഡ് 2ഉം തമ്മിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആ റേറ്റിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഗുഡ് 1 ആൻഡ് ഗുഡ് 2 ഗോസ് ഓൺ എന്താ, ഡിക്രീസസ്. ദിസ് ഇസ് നോൺ ആസ് എന്താ, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ ഗുഡ് 2ന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എമൗണ്ട് ഓഫ് ഗുഡ് 2 എന്തെന്നാ പറഞ്ഞേക്കുന്നത്, സാക്രിഫൈസ് ഡിക്രീസിങ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എവിടെ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യുന്നു, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്തു. ലെഫ്റ്റിൽ നിന്നും എവിടേക്ക് മൂവ് ചെയ്തു, റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത് ഈ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് മാപ്പ് ഇസ് ദ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇസ് നോൺ ആസ് എന്താ, ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് മാപ്പിന്റെ ഡെഫിനിഷൻ എന്താ, കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് മാപ്പ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻഡിഫറൻസ് മാപ്പ് ഏതിനായിരിക്കും കൂടുതൽ, IC3-ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ IC2-നായിരിക്കും ഏറ്റവും കുറവ്. ഏതിനായിരിക്കും, IC1-നായിരിക്കും. IC3-ക്കായിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ IC2, പിന്നെന്താ IC1. അപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ കളക്ഷനെ എന്ത് പറയുന്നത്, കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും, IC3-ക്കായിരിക്കും, പിന്നെ IC2, പിന്നെന്താ IC1, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാ, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എവിടേക്കാണ് വരുന്നത്, ഡൗൺവേർഡിലേക്കാണ് വരുന്നത്. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മാറുമ്പോൾ ഗുഡ് 1ന്റെ ക്വാണ്ടിറ്റി കൂടുകയും ഗുഡ് 2ന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. എന്താണ്, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുമ്പോൾ ഗുഡ് 1ന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കൂടും. ഗുഡ് 2ന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. പിന്നെ എന്താണ് നോക്കുന്നത്, ഇൻഡിഫറൻസ് കർവ് എവിടെ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്, കോൺവെക്സ് ടു ദി എന്താ, ഒറിജിനിലേക്കായിരിക്കും. ഹയർ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ദി ഹയർ ലെവൽ ഓഫ് എന്താ, സാറ്റിസ്ഫാക്ഷൻ. എന്ന് വെച്ചാൽ IC3 ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. എന്തായിരിക്കും, ഹൈ ലെവൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. എന്തായിരിക്കും, ഹൈ ലെവൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ലെവൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എന്താ, IC3 എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻഡിഫറൻസ് കർവ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. എന്ന് വെച്ചാൽ ഇൻഡിഫറൻസ് കർവ്, ഇപ്പോൾ ഇങ്ങനെ ഇൻഡിഫറൻസ് കർവ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ കർവ് വേറൊരു കർവ് ഈ കർവിനെ എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത് എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, മീറ്റ് ചെയ്യില്ല. അതാണ് പറഞ്ഞേക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ വേറൊരു കർവ് ഇതിലേക്ക് എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലുള്ള MRS ബിറ്റ്വീൻ ഗുഡ് 1 ആൻഡ് ഗുഡ് 2 തമ്മിലുള്ള MRSനെ നമ്മൾ എന്ത് പറയുന്നത്, ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും ഗുഡ് 1ന്റെ ക്വാണ്ടിറ്റി കൂടുകയും ഗുഡ് 2ന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഏറ്റവും ഹയർ ലെവൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏതിനായിരിക്കും, IC3-ക്കായിരിക്കും ഹയർ ലെവൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇത്രയുമാണ് ഇതിലുള്ളത്. ഓക്കെ.